രാത്രി വൈകിയാണ് ഞങ്ങൾ ഡെഡ് സീയിൽ നിന്നും പെട്ര ലക്ഷ്യമാക്കി വാദി മുസയിൽ എത്തിയത്. രാത്രിയായതിനാൽ അമ്മനിൽ ചെന്നിട്ട് ഡിസേർട്ട് ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്തത്. വാദി മുസ അല്ലെങ്കിൽ മോസസ് താഴ്വാരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു വില്ല അക്കോമഡേഷൻ ആയിരുന്നു. 2-3 മുറികളും കിച്ചണും ഒക്കെയുള്ള പുതിയ ഒരു വീട്. ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ ഉണ്ടാക്കി തന്നതിനാൽ രാവിലെ എളുപ്പത്തിൽ ഇറങ്ങാൻ സാധിച്ചു. 1990 ഇസ്രായേലുമായി ഉണ്ടായ പീസ് ഉടമ്പടിക്ക് ശേഷം ടൂറിസമാണ് വാദി മുസയുടെ ഏറ്റവും വലിയ വരുമാനം. പെട്ര ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെങ്കിലും ഞാൻ കരുതിയതുപോലെ ചെന്ന് കണ്ട് പെട്ടെന്ന് പോരുവാൻ സാധിക്കുന്ന ഒന്നല്ല. 5 കിലോമീറ്ററോളം നടന്നു കാണേണ്ട ഒന്നാണ് പെട്ര. വിസിറ്റേഴ്സ് സെന്ററിലാണ് ഞങ്ങൾ ആദ്യം എത്തിയതെങ്കിലും അവിടെ നിന്നും നടന്നു തുടങ്ങിയാൽ വീണ്ടും തിരിച്ചു നടക്കേണ്ടത് കൊണ്ട് പെട്രയുടെ ഗേറ്റ് 2 നിന്നും യാത്ര ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വണ്ടി വിസിറ്റേഴ്സ് സെന്ററിൽ പാർക്ക് ചെയ്ത് ഒരു ടാക്സിയിൽ ഞങ്ങൾ ഗേറ്റ് 2 യാത്രയായി. ജോർദാൻ പാസ് ഉള്ളതിനാൽ ഇവിടെ എൻട്രിക്ക് പ്രത്യേക ചാർജ് കൊടുക്കേണ്ടതില്ല. ലിറ്റിൽ പെട്ര എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഞങ്ങളുടെ പെട്ര യാത്ര ഇവിടെ നിന്നും ആരംഭിച്ചു. കഴുതയുടെയും കുതിരയുടെയും എല്ലാം പുറത്തു കയറ്റിക്കൊണ്ടു പോകുവാൻ ആളുകൾ പുറകെ വരുന്നുണ്ടായിരുന്നു. രാവിലെ എല്ലാവരും എനർജറ്റിക് ആയതുകൊണ്ട് പറ്റുന്നതുവരെ നടക്കാം എന്ന് തീരുമാനിച്ചു ഞങ്ങൾ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് 2 പെൺകുട്ടികൾ ഒരു കഴുതയുടെ പുറത്ത് ഞങ്ങളുടെ ഒപ്പം നടന്നെത്തിയത്. അതിലൊരു കുട്ടി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ പരിചയപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടുത്തെ വില്ലേജിൽ താമസിക്കുന്നവരാണ് അവർ. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു. അവളുടെ ബ്രദറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കുവാനും സ്കൂളിൽ നിന്നും വന്നതാണ് അവൾ. വാഹനങ്ങൾ ഗേറ്റ് വരെയേ വരൂ എന്നതിനാൽ അവളുടെ ഫ്രണ്ട് കഴുതപ്പുറത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് അവളെ. ഈ കാണുന്നതെല്ലാം വലിയ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഗുഹകളാണ്. ഒരു സമയത്ത് മനുഷ്യൻ ജീവിച്ചിരുന്ന വീടുകൾ. കുതിരയെ പോലെ ഓടുന്ന ഒരു കഴുതയെ കണ്ടപ്പോൾ ജെറിൽ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇത് കുതിരയാണോ കഴുതയാണോ എന്ന്. ആ പെൺകുട്ടിയാണ് മറുപടി പറഞ്ഞത്, അത് മ്യൂൾ ആണെന്ന്. കോവർ കഴുത എന്ന് മലയാളത്തിൽ പറയും. ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ അതിശയം തോന്നി ചോദിച്ചപ്പോൾ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൽ നിന്നുമാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുവാൻ പഠിച്ചതെന്ന് അവൾ പറഞ്ഞു. പെട്രയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾ വളരെയധികം ചോദിച്ചറിഞ്ഞു. പെട്രയോട് ചേർന്ന് ഒരു വില്ലേജിൽ ആളുകൾ താമസമുണ്ടെന്നും പാറയും മലയും എല്ലാം ആയതിനാൽ കഴുതയും കുതിരയും കോവർ കഴുതയും എല്ലാമാണ് ഇവർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതെന്നും ആടുമേയലും ടൂറിസവുമാണ് പ്രധാന വരുമാന മാർഗമെന്നുമെല്ലാം ഇവരിൽ നിന്നും മനസ്സിലായി. മോശയുടെ താഴ്വാരം അല്ലെങ്കിൽ വാദി മുസ എന്ന സ്ഥലത്ത് 1st സെഞ്ച്വറി BCയിൽ നെബറ്റിയൻ എംപയറിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സിറ്റിയായിരുന്നു പെട്ര. The ancient city is also known as Rose Red City and the name came from the wonderful color of the rock. പെട്ര എന്ന സിറ്റി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ കളറിലുള്ള പാറകളിലാണ്. പെട്ര സിറ്റിയുടെ പ്രധാന നടപ്പാതയിലൂടെ നടന്നാൽ ഏതാണ്ട് 4 മുതൽ 5 മണിക്കൂർ വരെ എടുക്കും 8 കിലോമീറ്ററോളം നടന്നു കാണുവാൻ. അതുകൊണ്ട് ഞങ്ങൾ പ്രധാന സ്ഥലങ്ങൾ മാത്രം കണ്ടുപോകുവാൻ തീരുമാനിച്ചു. ജോർദാന്റെ തലസ്ഥാനമായ അമ്മനിൽ നിന്നും ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്താലാണ് 230-ലധികം കിലോമീറ്റർ താണ്ടി പെട്രയിലെത്താൻ പറ്റുക. പെട്ര സിറ്റിയുടെ ഏതാണ്ട് അവസാന ഭാഗത്തു നിന്നുമാണ് ഞങ്ങളുടെ കാഴ്ചകൾ ആരംഭിക്കുക തന്നെ. ഇവിടെ നിന്നും തുടങ്ങി വിസിറ്റർ സെന്ററിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ഇവയൊക്കെയാണ്: ഖസർ അൽ ബിൻ, ദ ഹൈഡ്രിയൻ ഗേറ്റ്, ദ ഗ്രേറ്റ് ടെമ്പിൾ, ദ കൊളോണേഡ് സ്ട്രീറ്റ്, ദ നിംബിയം, ദ റോയൽ ടോംസിന്റെ ചില ഭാഗങ്ങൾ, ദ തിയേറ്റർ, ദ സ്ട്രീറ്റ് ഓഫ് ഫെക്കേഡ്സ്, ദ ട്രഷറി, അൽ ഖൻസ, ദ സിഖ്, ദ ഡാം and ജിൻ ബ്ലോക്സ്. ഖസർ അൽ ബിൻ
It is almost square and is set on a podium. It was the main and the most important temple of Petra dedicated to Dussehra. It still stands 23 meter high today. The temple is approached by a flight of 26 marble steps. The rear of the sanctuary is occupied by three distinct elements. The middle one protects the altar platform that housed gods and goddesses, and the two others had balcony terraces. The temple dates to the first half of the 1st century AD. ഹാഡ്രിയൻ ഗേറ്റിലൂടെയാണ് കൊളോണേഡഡ് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുക. The Great Temple. It is estimated to cover an area of 7,000 square meters, including the north and south of the monumental entries, or lower holy enclosure and an upper sacred enclosure for the temple itself. Approximately 15 meters high. The column plus the entablature they carried would place the original temple at a height of minimum 18 meters. The style and quality of the temple's elaborate floral friezes and acanthus-laden limestone capitals suggest that the sanctuary was constructed by the end of the 1st century by the Nabateans, who combined their native tradition with the classical spirit. ദ ഗ്രേറ്റ് ടെമ്പിളിൽ നിന്നും ഇറങ്ങി കൊളോണേഡഡ് സ്ട്രീറ്റിലൂടെ നടന്നു തുടങ്ങി. The street represents an original Nabatean creation, later refurbished during the period of Roman occupation. It would have been one of the principal shopping streets of ancient Petra. The Nymphanium. This is a semicircular public fountain near the junction of Wadi Musa and Wadi al-Mataha. 6 Nabatean columns decorated the facade, and it received water from a tank located on the opposite side of the valley. It is shaded by a wild pistachio tree that is 450 years old. ആ പിസ്റ്റാഷ്യോ ട്രീയുടെ അടിയിലിരുന്ന് അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഗ്രാമനിവാസികളാണെന്ന് തോന്നുന്നു. നേരം പോക്കിനായിരിക്കുന്നവരും കച്ചവടം ചെയ്യുന്നവരും കുതിര സവാരി നടത്തുന്നവരെയും എല്ലാം കാണാൻ സാധിച്ചു. മഴക്കാലത്ത് വെള്ളമൊഴുകുന്നതിനായി നിർമ്മിച്ചതാണ് ഇത്. റോയൽ ടോംസ് അല്ലെങ്കിൽ ശവകുടീരങ്ങളാണ് ഈ പാറ കട്ട് ചെയ്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെല്ലാം. ആ കാണുന്നതാണ് 2nd സെഞ്ചുറിയിൽ 5 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പാലസ് ടോംബ്. ശവസംസ്കാര സമയത്ത് വിരുന്നു നൽകുന്നതിനായി ഉപയോഗിച്ചിരുന്നതാണിത്. മണൽ ജെയ്തന്റെ ഒരു വീക്ക്നെസ് ആണ്. അവൻ അതിൽ കളി തുടങ്ങി. ഇത് പ്രസന്റ്ലി റണ്ണിംഗ് ഒരു മാർക്കറ്റ് ഏരിയയാണ്. വിസിറ്റേഴ്സിന് വിശ്രമിക്കാനും ചെറിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെയുള്ള സ്ഥലം. പഴയ പാറയ്ക്കുള്ളിൽ തന്നെ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഏരിയ നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു AC മുറിയിലേക്ക് കയറുന്നത് പോലെ തോന്നി. എന്നാൽ പാറയുടെ മുകളിൽ ഒരു ഹോൾ അല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. പോരുന്ന വഴിയിലെല്ലാം പാറയിൽ തുരന്നെടുത്തിരിക്കുന്ന ഗുഹകൾ പോലെയുള്ള അറകൾ കണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് തൊട്ടടുത്തായി ഒരു അറ കണ്ടതും അതിനുള്ളിൽ കയറിയതും. 2 വലിയ പാറമലകൾക്കിടയിലൂടെ കടന്നു പോകുന്നതാണ് പെട്രായുടെ ഞങ്ങൾ നടന്നു വന്ന പ്രധാന വഴി. ഒരു ഗുഹാമുറിയുടെ മുകളിലായി മറ്റൊന്ന് എന്ന രീതിയിലാണ് ഇവിടെ കർവ് ചെയ്തിരിക്കുന്നത്. ജെറിലും ജെഫിനും ഓടി മുകളിൽ കയറി. ഇത് നിലകളായി കർവ് ചെയ്തെടുത്തിരിക്കുന്ന അതിവിശാലമായ മുറികളാണ്. ഈ ഗുഹാമുഖത്തു നിന്നും വഴിയുടെ അപ്പുറമുള്ള മലയിലേക്ക് നോക്കിയാൽ കാണുന്നത് കല്ലിൽ കാർവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. The theater. Carved into the side of the mountain at foot of the high place of sacrifice, the theater consists of 3 rows of seats separated by passageways. 7 stairs ascend in the auditorium, and it can accommodate 4,000 spectators. The back wall of the stage was rebuilt by Romans. This is the only theater in the world carved into rock. ഈ കാർവ് ചെയ്തെടുത്ത പാറകളിൽ പല നിറങ്ങളിൽ വ്യത്യസ്ത ഡിസൈനുകൾ രൂപപ്പെട്ടിരിക്കുന്നു. വലിയ മുറികളും ജനാലകളും വാതിലുകളും അതിനുള്ളിലേക്ക് മറ്റു റൂമുകളും എല്ലാം ഉള്ളതാണ് ഈ ഗുഹ.
വിസിറ്റേഴ്സിനായി ചെയറുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ. ചെറുതും വലുതുമായി തട്ടുതട്ടായിട്ടുള്ള പല പല മുറികൾ, ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുള്ള വാതിലുകൾ. More than 2000 years old, Petra was built by the Nabateans in the heart of the Shara Mountains. ഫസ്റ്റ് സെഞ്ചുറി AD-യിലും BC-യിലുമാണ് ഈ നഗരം അഭിവൃദ്ധി പ്രാപിച്ചു വന്നിട്ടുള്ളത്. അക്കാലത്ത് മെസപ്പൊട്ടോമിയയെയും ഈജിപ്തിനെയും കണക്ട് ചെയ്തിരുന്ന ഒരു പ്രധാന ട്രേഡിംഗ് റൂട്ടായിരുന്നു പെട്ര. പെട്ര എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ റോക്ക് അല്ലെങ്കിൽ പാറ എന്നാണ്. സെല എന്ന ബിബ്ലിക്കൽ നെയിം റീപ്ലേസ് ചെയ്യപ്പെട്ടതാണ് പെട്ര എന്ന് കരുതപ്പെടുന്നു. നഗരത്തിലെ പ്രധാന റോഡിന്റെ മറുവശത്തുള്ള മലയാണ് ഈ കാണുന്നത്. അല്പനേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടപ്പ് തുടങ്ങി. ജെറിലാണെങ്കിൽ പാറ ഉരച്ച് പല നിറത്തിലുള്ള പൊടി ശേഖരിക്കാൻ തുടങ്ങി. ജെയ്ഡൻ എല്ലാവർക്കും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടം ഏതായാലും കുട്ടികൾക്ക് ഓടി കളിച്ച് നടക്കുവാൻ പറ്റിയ സ്ഥലമായി തോന്നി. ഇവിടെ നിന്ന് ഇറങ്ങി അല്പം മുമ്പോട്ട് നടന്നപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ബോട്ടിൽ ആർട്ട് ഷോപ്പാണ്. അതിമനോഹരമായിട്ടാണ് ബോട്ടിലിനുള്ളിൽ മണലുകൾ കൊണ്ട് കലാരൂപങ്ങൾ തീർത്തു വച്ചിരിക്കുന്നത്. ഈ ബോട്ടിലിനുള്ളിൽ കലാരൂപങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നത് ഞങ്ങളെ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. It is all natural. From different. Because this is the mountain, 17 color in the area. 17 colors. Yeah, in this area, yeah. ഷര മൗണ്ടെയിൻസിൽ നിന്നും കളക്ട് ചെയ്ത 17 നിറത്തിലുള്ള നാച്ചുറൽ പൊടികൾ കൊണ്ടാണ് ഈ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. Let me show you the camel. So they managed to, make powders of different colors, different books. He's gonna draw a camel for you. Gonna make the camel. അബു മജിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ക്യാമലിനെ ഉണ്ടാക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. See the legs of the camel? Yes, so good. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നു. Beautiful, no? This is How we make it. സ്ട്രീറ്റ് ഓഫ് ഫെക്കേഡ്സിലൂടെ നടന്നു ചെല്ലുമ്പോഴാണ് ട്രഷറി കാണുക. The Street of Facades. This is the name given to the row of monumental Nabatean tombs carved in the southern cliff that lies past the treasury and adjacent to the outer city. The facades are crowned with corner cross-steps, pilasters, and cavatures. Tomb 67 is remarkable for its upper cave, probably used to store the tools of the workers who built them. Tomb 825 is a Nabatean funerary monument topped by the side half cross steps and Egyptian cavity. അങ്ങനെ ഞങ്ങൾ പെട്രയുടെ പ്രധാന ഭാഗമായ ട്രഷറിയിൽ അല്ലെങ്കിൽ അൽ ഖസ്നയിലെത്തി. The treasury is almost 40 meter high and decorated with Corinthian capitals, phrases, figures and more. It was probably constructed in the 1st century BC. ട്രഷറി എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇസ്രായേലിസ്റ്റിനെ പിന്തുടർന്നു വന്ന ഒരു ഈജിപ്ഷ്യൻ ഫറവോ അയാളുടെ നിധി ട്രഷറി മുഴുവൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ആ കഥ. മോശയുടെ പിന്നാലെ വന്ന ഈജിപ്ഷ്യൻ ഫറവോ എന്നും പറയപ്പെടുന്നു. വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നും യാത്ര തുടങ്ങുകയാണെങ്കിൽ ഏൻഷ്യന്റ് പെട്ര സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ട്രഷറി. ദ സിക്കിന്റെ അവസാന ഭാഗമാണ് ട്രഷറിയിലേക്ക് ഓപ്പൺ ആകുന്നത്. പെട്രയുടെ മറ്റൊരു അട്രാക്ഷനാണ് ദ സിക്ക്.
1.2 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ ഇടനാഴി സ്വാഭാവികമായി തന്നെ പാറകൾ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടായതാണെന്ന് പറയപ്പെട്ടു. ടെക്നിക്കലി പറഞ്ഞാൽ 200 മീറ്റർ ഹൈറ്റുള്ള ഈ പാറയിടുക്കുകൾ ടെക്ടോണിക് ഫോഴ്സിന്റെ ഫലമായി രണ്ടായി പിളർന്നതാണെന്ന് അനുമാനിക്കുന്നു. ഒരു വശത്തെ പാറയുടെ ഷേപ്പ് മറുവശവുമായി മാച്ച് ആകുന്നത് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. The Sikh. This narrow gorge leads visitors into Petra. The Sikh resulted from a natural splitting of the mountain and it is 1.2 kilometers long. A triumphal arch once spans the entrance to it. 2 water channels run along both rock sides. As well as presenting a dramatic entryway to Petra, the Sikh also holds many relics from Petra's past, including a paved road, Sabinos Alexandros station and Nabatean Battles, that means sacred stone. റെയിൻ വാട്ടർ ഒഴുകി പോകുവാനായിട്ടുള്ള ഡ്രെയിനേജ് 2 സൈഡിലൂടെയും കാണാം. അതിലൂടെയാണ് ജെഫിൻ ഇപ്പോൾ നടന്നു വരുന്നത്. അവരുടെ ചരിത്രം വെളിപ്പെടുത്തുന്ന രീതിയിൽ ട്രഡീഷണൽ വേഷധാരികളായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന പട്ടാളക്കാരെയും കവാടത്തിൽ നിൽക്കുന്ന കാവൽക്കാരെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദ സിഖ് എന്ന് പറയുന്ന ഈ ഇടനാഴി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡാമിന്റെ വശത്ത് നിന്നാണ്. The dam was built in 1963 on top of a Nabatean dam to stop floodwater from Wadi Musa flowing through the Sikh. ഡിജിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഗോഡ് ബ്ലോക്സ്, സ്പിരിറ്റ് എന്ന അർത്ഥം വരുന്ന ജിൻ എന്ന അറബിക് വാക്കിൽ നിന്നാണ് ഡിജിൻ ബ്ലോക്ക് എന്ന പേര് ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ പെട്ര പര്യടനമൊക്കെ കഴിഞ്ഞ് വിസിറ്റേഴ്സ് സെന്ററിലുള്ള മ്യൂസിയത്തിലെത്തി. പെട്രയുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ഞങ്ങളുടെ പെട്ര യാത്ര 1 മണിയോടുകൂടി ഇവിടെ അവസാനിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വാദി റമ്മിലേക്ക് യാത്രയാകുമ്പോഴാണ് ഞങ്ങളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടത്. പെട്ര സിറ്റിക്ക് സമീപമുള്ള ഒരു വലിയ മലയുടെ മുകളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ആ കാഴ്ച ആസ്വദിച്ചു. ഞങ്ങൾ നടന്നുപോയ വഴികളും ദ സിഖ് എന്ന് പറയുന്ന പാറയെടുക്കും ആ കാണുന്നതാണ്. ചുറ്റുമുള്ള മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന മണൽക്കല്ലാകുന്ന മലനിരകളുടെ ഇടയിലാണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരൊറ്റ ആകാശ കാഴ്ച കൊണ്ട് നമുക്കതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു പാറക്കല്ല്, എന്നാൽ അതിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ കാണുന്ന അത്ഭുതകരമായ കൊത്തുപണികളും കാഴ്ചകളും നമ്മെ അതിശയിപ്പിക്കും. ഒരു പാറയ്ക്കുള്ളിൽ മനുഷ്യന്റെ കരവിരുതിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നഗരം. അതിൽ രാജകീയ കൊട്ടാരങ്ങൾ, ശവകുടീരങ്ങൾ, റോമൻ തിയേറ്റർ, അലങ്കാര തൂണുകൾ എന്നു വേണ്ട കുപ്പിക്കുള്ളിൽ പാറപ്പൊടി കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ വരെ കണ്ടതിന് ശേഷം ഞങ്ങൾ പെട്രയോട് വിട പറഞ്ഞു.